സാംസ്കാരിക വകുപ്പ് മന്ത്രി പി.സി. വിഷ്ണുനാഥ് ആലപിച്ച പൂവാലെ തുമ്പപ്പൂവാലെ എന്ന ഓണപ്പാട്ട് പുറത്തിറങ്ങി. ജനഗണമന എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ ഡിജോ ജോസ് ആന്റണിയുടെ സംഗീത ആൽബത്തിലാണ് മന്ത്രി പിന്നണി ഗായകനായി എത്തുന്നത്. ഗാനരചയിതാവ് ബി.കെ. ഹരിനാരായണന്റെ വരികൾക്ക് പ്രശസ്ത സംഗീത സംവിധായകൻ ജേക്സ് ബിജോയാണ് ഈണമിട്ടിരിക്കുന്നത്. പൂവാലെ തുമ്പപ്പൂവാലെ കളമെഴുതി മുറ്റം മാവേലിത്തമ്പ്രാനെത്താനേ ഇനി തിരുവോണം പൂവാലെ തുമ്പപ്പൂവാ. സംഗീതപ്രേമിയായ പി.സി. വിഷ്ണുനാഥിനെ മുൻപ് പല വേദികളിലും പാട്ടുകാരനായി കണ്ടു കാണുമെങ്കിലും ഇതാദ്യമായാണ് ഒരു സംഗീത ആൽബത്തിൽ പിന്നണി ഗായകനായി മന്ത്രി അരങ്ങേറ്റം കുറിക്കുന്നത്. പോളിഗോൺ മീഡിയ എന്ന സ്ഥാപനം പാട്ടുപാടാൻ ക്ഷണിച്ചപ്പോൾ നോ എന്നായിരുന്നു ആദ്യം മറുപടി. പിന്നണിയിൽ പ്രവർത്തിക്കുന്നത് ആരൊക്കെയെന്നറിഞ്ഞപ്പോൾ മനസ്സുമാറി. ഒരു പാട്ട് വേണം, ഓക്കെ, എന്താ ഓണത്തിന് പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആവശ്യം പറഞ്ഞത്. ആ പാട്ട് എന്നോട് പാടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ അത്യാവശ്യം മോളി പാട്ടൊക്കെ പാടി നടക്കുന്നതല്ലാതെ പാട്ടുകാരില്ലാത്ത സ്ഥലം നോക്കി പാട്ട് പാടുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെ പാട്ട് സ്റ്റുഡിയോയിൽ പാടാൻ പാകത്തിൽ അത് നിങ്ങളൊരു കാര്യം ചെയ്യും, നല്ല പാട്ടുകാരെ ആരെങ്കിലും വിളിച്ചിട്ട് അത് ചെയ്യിക്കണം എന്ന് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഓണപ്പാട്ട് ലോഞ്ച് ചെയ്തത്. ചടങ്ങിൽ പങ്കെടുക്കാനായതും മന്ത്രിയുടെ പാട്ട് കേൾക്കാനായതും ഭാഗ്യമെന്ന് തിരുവഞ്ചൂർ. യഥാർത്ഥത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഇതുപോലൊരു സംഭവത്തിലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വന്നില്ലായിരുന്നെങ്കിലുള്ള നഷ്ടത്തെക്കുറിച്ചാണ് ഇപ്പം ഞാനിരുന്ന് ആലോചിക്കുന്നത്. അതിമനോഹരമായിരിക്കുന്നു. മനോഹരം മീൻസ് വളരെ മനോഹരമായിരിക്കുന്നു. നമ്മുടെ വിഷ്ണു ഈ ലോകത്ത് ഒരു വിഷ്ണു ലോകത്തെത്തി എന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഓഡിയോ ലോഞ്ചിൽ എത്തിയവർക്ക് മുൻപിൽ മന്ത്രി ലൈവായി ഓണപ്പാട്ട് പാടി. പാടുന്നേ കനവുഞ്ഞാലാടുന്നേ പുതുപൊൻകോടി ചൂടുന്നേ ചിറകഞ്ചും പൂത്തുമ്പി. ക്യൂൻ, ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ, പള്ളിച്ചട്ടമ്പി തുടങ്ങിയ സിനിമകളിലൂടെ ശ്രദ്ധേയനായ ഡിജോ ജോസ് ആന്റണിയാണ് സംഗീത ആൽബം ഒരുക്കുന്നത്. സത്യം പറഞ്ഞത് രാഹുലും സജീവ് മാഷും വക്കീലൊക്കെ ജസ്റ്റ് ഇങ്ങനെ വിളിച്ചപ്പോൾ ഇങ്ങനൊരു നമ്മുടെ സിനിമാ മന്ത്രി വിഷ്ണു സാർ പാടുന്നു എന്ന് പറഞ്ഞിട്ട് അത് ജെയ്ക്സ് എനിക്ക് പാട്ട് വായിച്ചു തന്നു. പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, പക്ഷെ സമയം നമുക്ക് വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ആഡ് ഷൂട്ടൊക്കെ ചെയ്യുന്ന കഴിഞ്ഞ് നിൽക്കുന്ന മൊമെന്റിൽ നമ്മളൊരു തീരുമാനം എടുത്തു. സിനിമാ തിരക്കുകൾക്കിടയിൽ ഓണപ്പാട്ടിനായി സമയം കണ്ടെത്തിയ സംഗീത സംവിധായകൻ ജേക്സ് ബിജോയ്ക്കും ഗാനരചയിതാവ് ബി.കെ. ഹരിനാരായണനും അണിയറ പ്രവർത്തകർ പ്രത്യേകം നന്ദി അറിയിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.